മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ അവിടെ ഭൂ ഉടമകൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകി കോടതി എന്ന വാർത്തയാണ് വരുന്നത്. കരമടയ്ക്കാൻ അനുമതി നൽകാമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നതായും വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, മുനമ്പം ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന വാർത്തയാണ് വരുന്നത്. കോടതിയിൽ നിന്ന് കരമടയ്ക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം തുടർ തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ കരമടയ്ക്കാൻ താൽക്കാലികമായി അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കരമടയ്ക്കാൻ അനുമതി നൽകാമെന്ന് സർക്കാർ നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. ഇത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ ഒരു സമയം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ ഹർജിക്കാരുടെ, മുനമ്പം സമരസമിതിയുമായി ബന്ധപ്പെട്ട ഹർജിക്കാരുടെ ആവശ്യം. ഇത് കോർ കമ്മിറ്റി കൂടി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 12 മണിയോടുകൂടി മുനമ്പം സമരസമിതിയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി ഇത് മുനമ്പം ഈ തർക്കഭൂമി അത് വഖഫ് അല്ല എന്നുള്ളത് വിധിച്ചിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഈ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ഹർജിക്കാർ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ സർക്കാർ ആദ്യഘട്ടത്തിൽ കൂടിയാലോചനകൾ നടത്തി എന്നുണ്ടെങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് കോടതിയിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ കരമടയ്ക്കാൻ അനുമതി നൽകാമെന്നുള്ളത്. ഇപ്പോൾ 3 ആഴ്ചത്തേക്ക് കരമടയ്ക്കാം, അതിനുശേഷം മറ്റ് 3 ആഴ്ചയ്ക്ക് ശേഷം മറ്റ് തുടർ തീരുമാനങ്ങൾ എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദിലീപ് കുമാർ. വിപിൻ, മുനമ്പം നിവാസികൾക്ക് ഇപ്പോൾ കരമടയ്ക്കാനുള്ള ആ തീരുമാനം അല്ലെങ്കിൽ ആ കോടതിയുടെ അനുമതി അത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങൾക്കും ഇപ്പോൾ കോടതി തന്നെ പരിഹാരം കണ്ടെത്തി വരികയാണ്. ആ നിലയിൽ മുനമ്പം നിവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ഒരു തീരുമാനമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണ്. റവന്യൂ അവകാശങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത്. പക്ഷേ അതിന് ഈ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളാണ് നിലനിന്നിരുന്നത്. ഭൂമി വിൽക്കാനോ വാങ്ങുന്നതിനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ആ പ്രദേശത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ അവർ ഹർജിയുമായി വരികയും ചെയ്തത്. ഇപ്പോൾ ഒരു മാസം മുൻപാണ് ഈ മുനമ്പം ഈ ഭൂമി അത് വഖഫല്ല എന്നുള്ള ഒരു തീരുമാനം വരുന്നത്. അതിന് തൊട്ടുപുറകെ തന്നെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു. മുനമ്പം ജനതയ്ക്ക് അത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ കരമടയ്ക്കാനുള്ള അനുമതി നൽകാമെന്ന് സർക്കാർ നേരത്തെ കോടതിയിൽ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അനുമതി നൽകിയിരിക്കുന്നത് കോടതി. 3 ആഴ്ചയ്ക്ക് ശേഷം അതിലൊരു തുടർ തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിലൊരു തുടർ തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.